ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് വി ശിവൻകുട്ടി. മുതലാളി, മുൻകുഞ്ഞാവയുടെ അനാഥത്വം തുടരുകയാണ്. ഇതിനൊരു അവസാനമില്ലേ കാറിലും എത്തപ്പ? മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനം അവമതിപ്പുണ്ടാക്കി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ആര്യ രാജേന്ദ്രനാണെന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. അല്ലെങ്കിൽ തന്നെ അപ്പൂപ്പൻ 9899% തോൽവി ഉറപ്പിച്ചിരുന്നതാ. കുഞ്ഞാവ ചെന്ന് അതങ്ങ് ഭംഗിയായിട്ട് നടത്തിക്കൊടുത്തു. മേയറൂട്ടി അധികാരം കൊണ്ട് മത്തുപിടിച്ച് നടന്ന കാലത്ത് ശിവൻകുട്ടി മാമനൊക്കെ എത്ര അഭിമാനമായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആകത്തരം നടത്തിയിട്ടുള്ളത്. തോറ്റപ്പോൾ ഇതെല്ലാ കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാം. ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പാവം, കരുതൽ എല്ലാ അസ്ഥാനത്തായി പോയല്ലോ അണ്ണാ. മന്ത്രിയും മേയറൂട്ടിയും കൂടി എന്തൊരു സ്നേഹ വാത്സല്യങ്ങളായിരുന്നു. ശിവൻകുട്ടി മാമൻ മുൻപിരുന്ന കസേരയെ ധന്യമാക്കിക്കൊണ്ട് നമ്മുടെ കമ്മിക്കുട്ടി ചിരിച്ചപ്പോൾ കൂടെ ചിരിക്കാനും സെൽഫി എടുക്കാനും ആർത്തുല്ലസിക്കാനും എത്ര പേരായിരുന്നു. ഇപ്പോൾ കരഞ്ഞപ്പോൾ കൂടെ കരയാൻ പാവത്തിന്റെ കൂടെ ആരുമില്ലാത്ത അവസ്ഥ. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? എന്റെ പൊന്നു കുഞ്ഞാവേ, ഏതായാലും പഴിയാരാൻ ഒരാളെ കിട്ടിയത് നന്നായി. എല്ലാം ആര്യമോളുടെ യോഗം സമയം. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. കൂരമ്പുകളാണ് ഒന്നിനു പുറകെ ഒന്നായി ആ കുഞ്ഞിന് നേരെ പാഞ്ഞു ചെല്ലുകയാണ്. ഇപ്പോഴിതാ ശിവൻകുട്ടി മാമനും കുട്ടിയെ ചതിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ആര്യ രാജേന്ദ്രനാണെന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. തോറ്റപ്പോൾ ഇതെല്ലാ കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാം. ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഇത്രേ ഉള്ളു മനുഷ്യന്റെ കാര്യം. പറഞ്ഞ വാക്കല്ലേ മാറ്റി പറയാൻ പറ്റൂ അല്ലേ? മന്ത്രിയാക്കാൻ വെച്ചിരുന്ന മുതല് തന്നെ അണ്ണന്റെ മന്ത്രി കസേര തെറിപ്പിച്ചപ്പോ പിന്നെ നിലമറന്ന് സംസാരിക്കാതിരുന്നാലല്ലേ അത്ഭുതമുള്ളൂ. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടികിട്ടില്ല കേട്ടോ. പരാജയമുണ്ടാക്കുമ്പോൾ അത് ആരുടെയെങ്കിലും തലയിൽ ചാരുന്ന സ്വഭാവം CPM ഇല്ല എന്ന് നമ്മുടെ പൂമരം സഖാവ് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാലും വിജയമുണ്ടായാലും അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമേ അല്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. പിണറായിക്കില്ലാത്ത കുറ്റവും കുറവും എങ്ങനെയാണ് ആര്യ രാജേന്ദ്രന് വന്നത്? എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ ആര്യക്കുട്ടിയുടെ തല വെളിച്ചം കാണിക്കരുത് എന്ന് പാർട്ടി പറഞ്ഞതുകൊണ്ട് ആ പാവം പതുങ്ങി വീട്ടിലിരിക്കുകയായിരുന്നു. എന്നാൽ ശിവൻകുട്ടി മാമൻ വാളും പരിചയം കറക്കി കോമരം തുള്ളി ചുവന്ന പട്ടും തലയിൽ ചുറ്റി റോഡ് ഷോ നടത്തി വന്നപ്പോൾ ആ പാവം കുട്ടിക്ക് കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സഖാത്തി എന്ന നിലയിൽ ആ കുട്ടിയുടെ വിപ്ലവ രക്തം തിളച്ചു. ശിവൻകുട്ടി മാമൻ കയറിയ വണ്ടിയിൽ എങ്ങനെയോ വലിഞ്ഞു കയറി. തുറന്ന ജീപ്പിൽ നാട്ടുകാരെ കൈവീശി കാണിച്ചോണ്ട് വന്നപ്പോ പുറകേന്ന് കയറി വന്ന് ജൂനിയർ മന്ത്രിക്ക് കൂടെ നിൽക്കുമെന്ന് അപ്പൂപ്പൻ വിചാരിച്ചോ? ശിവൻകുട്ടിയണ്ണനെന്നല്ല ഒരുത്തരും മൈൻഡ് ചെയ്തില്ല. വീണ്ടും തേയുകയാണ്. ആര്യ രാജേന്ദ്രനെ വാഹനത്തിൽ കയറ്റിയതിന് സ്ത്രീകൾ പോലും പരാതി പറഞ്ഞിരുന്നു. എന്തൊരു കഷ്ടമായിരുന്നു ചേച്ചി, ഇങ്ങനെ തേയാൻ പിന്നെ പിന്നെ ചെന്ന് കേറുന്ന എന്തിനാ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അതൊരു വിനയായെന്നും ആ കുട്ടി കയറിയതോടെ 1000 വോട്ട് ലീഡ് പ്രതീക്ഷിച്ചിടത്ത് കിട്ടിയത് 5 വോട്ട് മാത്രമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ശിവൻകുട്ടി മാമൻ പൊട്ടിത്തെറിച്ചത്. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുക. കുടുംബത്തിന് സൽപ്പേര് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് മതി. അതേസമയം CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരായ പരാമർശങ്ങളിൽ വി ശിവൻകുട്ടി തിരുത്തൽ വരുത്തണമെന്ന മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതെ സാറേ, ഞങ്ങൾ വഴക്കാം. തെറ്റായ പരാമർശങ്ങൾ വാർത്തയായ സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് വിശദീകരിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ ആര്യയുടെ ആവശ്യം. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. പണ്ടടയും ചക്കരയായിരുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും അവരവരുടെ കസേരയാണ് മകളെ പ്രധാനം. ഇപ്പൊ മനസ്സിലായല്ലോ എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതുകൊണ്ട് കസേര കയറി ഇരിക്കുന്ന കാലത്ത് ജനങ്ങളോട് മനുഷ്യരോട് ഇടപെടുന്ന പോലെ ഇടപെട്ട അത്യാവശ്യം ഒരു പരിഗണന നാട്ടിലോട്ട് ഇറങ്ങുമ്പോഴെങ്കിലും കിട്ടും. അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന ഒരു ജീവി ഉണ്ടല്ലോ, അതിന്റെ വില പോലും കിട്ടൂല. മേലും കീഴും നോക്കാതെ ഓരോന്നും ചാടി പുറപ്പെട്ടാ ഇങ്ങനെ ഇരിക്കും. പക്ഷെ തൊലിക്കട്ടി അപാരം തന്നെ. ഒരിക്കൽ കിട്ടിയ അവഗണനയുടെ ആ ക്ഷീണം മാറുന്നതിന് മുമ്പ് അടുത്ത അവഗണന ഏറ്റുവാങ്ങാൻ വേണ്ടി ജീപ്പ് വലിഞ്ഞു കയറാൻ നോക്കുന്ന ഒരു ഇത്. കഷ്ടം അല്ല ശിവൻകുട്ടി. ജനിച്ചു വളർന്ന നാട്ടിൽ പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ടിലും തോറ്റു തുന്നം പാടിയത്
ആര്യ രാജേന്ദ്രന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരുന്നു. വോട്ടെടുപ്പ് ദിവസം നിങ്ങൾ കുശലം പറഞ്ഞ മോഹൻലാലിന്റെ തോളിൽ ചാരി നിന്നല്ലോ. ആ മോഹൻലാലെങ്കിലും താങ്കൾക്ക് വോട്ട് തന്നതായി പ്രതീക്ഷിക്കുന്നുണ്ടോ? ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയതുകൊണ്ടാണോ കഴക്കൂട്ടത്ത് പുളകംകൊള്ളി സുരേന്ദ്രനെ നാട്ടുകാർ എടുത്ത് നിലത്തടിച്ചത്? പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദന്റെ ഭാര്യ തളിപ്പറമ്പിൽ തോറ്റു തുന്നം പാടിയത് ആര്യ രാജേന്ദ്രൻ അവിടെ പ്രചാരണത്തിന് പോയത് കൊണ്ടാണോ? ഇതില് ശ്യാമൾ ടീച്ചർ എന്ന വ്യക്തിയല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. വ്യക്തി എന്ന നിലയിൽ എനിക്കൊന്നും പറയാനില്ല. താങ്ക്സ്. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല. ഈ അന്തരീക്ഷമാകെ മലിനപ്പെടുത്തി നിറഞ്ഞു നിന്ന പിണറായി എന്ന ദുർമുഖത്തോടുള്ള ശത്രുതയായിരുന്നു ഇതിനെല്ലാം കാരണം. ഈ പ്രായത്തിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കും. ആ പവർഫുൾ ലീഡർഷിപ്പ് നിങ്ങൾക്ക് കഴിയോ? ആ പവർഫുൾ ലീഡർഷിപ്പാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഉന്നതനായ രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിന് പകരം വെക്കാൻ ആരാ ഉള്ളത് ഇന്ന് കേരളത്തിൽ? ശിവൻകുട്ടിക്ക് ചില്ലറ സോക്കേടൊന്നും ആയിരുന്നില്ല ഭരണത്തിലിരുന്നപ്പോൾ. കൂകിയാർപ്പൻ ബാധിച്ചതുപോലെ എന്തൊരു നിഗളിപ്പായിരുന്നു. 1000 വോട്ടുകൾ പ്രതീക്ഷിച്ചിടത്ത് 5 വോട്ടായി അത് കുറയണമെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. അല്ല പൂപ്പ, ആര്യയെ മാത്രം ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ 9897 പ്രശ്നങ്ങളെ പറ്റി ആര് സംസാരിക്കും? ഈ നാണം കെട്ട കഥകളൊക്കെ ഇങ്ങനെ പുറത്തുളുപ്പില്ലാതെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ സഖാവേ? അധികാരത്തിന്റെ അഹമ്മതിയിൽ ഈ സ്ത്രീ കാണിച്ച ദുർവൃത്തികളെ മുഴുവൻ കൈയടിച്ച് പാസ്സാക്കുന്നതായിരുന്നല്ലോ നിങ്ങളുടെ പ്രധാന പരിപാടി. പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പമ്മ. ആര്യ രാജേന്ദ്രൻ പോയ വാർഡുകളിലെല്ലാം വോട്ട് കുറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. എക്സ് കുഞ്ഞാവ ഏതായാലും ഭർത്താവിനെ അപ്പൂപ്പനെയൊക്കെ ഒന്നിച്ച് തോൽപ്പിച്ച കാര്യത്തിൽ വിജയിച്ചു. ഇതൊക്കെ വരുത്തി വെച്ചത് നോക്ക്. പിണറായി വിജയൻ മുതൽ മേയർ കുട്ടി വരെ എന്തൊരു തോന്നിവാസം കാണിച്ചാലും അതിനെല്ലാം പാടിപ്പുകഴ്ത്താനും വാഴ്ത്താനും കുറെ കമ്മിക്കൂട്ടങ്ങളും സൈബറുകളും ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? സാധുക്കളുടെയും പൊതുജനങ്ങളുടെയും അവകാശങ്ങളെല്ലാം നിഹനിച്ചുകൊണ്ട് അഴിഞ്ഞാടുകയായിരുന്നു ഈ ആര്യ രാജേന്ദ്രൻ. പ്രായം കുറഞ്ഞ അഹങ്കാരി എന്ന ഒരു പരിഗണനയും തരാതല്ലേ എല്ലാവരും ഇപ്പൊ മാറി മാറി അലക്കിക്കൊണ്ടിരിക്കുന്നത്. മുഴുത്ത സഖാക്കളുടെയൊക്കെ ലാളനയും വാത്സല്യവും പ്രോത്സാഹനവും ഉണ്ടെന്നറിഞ്ഞപ്പോഴാണ് ആ കുട്ടി മേൽക്കുമേൽ ഗുണം പിടിക്കാതെ പോയത്. മനസ്സിലായി. ഇപ്പൊ എനിക്ക് മാഷ മനസ്സിലായിട്ടോ. പിണറായി വിജയൻ തേനും വയമ്പും ചാലിച്ച് പകർന്നു കൊടുത്ത അഹങ്കാരം, അല്പത്തം, അപ്രമാദിത്വം, അസഹിഷ്ണുത, അധികാര ഹുങ്ക്, ഈ ദുർഗുണങ്ങളെല്ലാം താഴോട്ടുള്ള സകലതിനുമുണ്ടായിരുന്നു. അതിന്റെ ഫലമാണ് സർവ്വതും അനുഭവിച്ചു കൂട്ടിയത്. എല്ലാരും വിളിച്ചു. ഇപ്പോൾ പണഞ്ഞുകൊണ്ട് നടക്കുകയാണ് ശിവൻകുട്ടി ആര്യ രാജേന്ദ്രൻ വണ്ടി കയറിയത് കൊണ്ടാണ് എന്റെ വോട്ട് കുറഞ്ഞതെന്ന്. നീ ഒരുത്തിയണ്ടി കാരണം ഞാൻ എന്തെയ്തെന്ന് പറയുന്നേ? തോൽവിയുടെ എല്ലാ ക്രെഡിറ്റും കുഞ്ഞുവാവയ്ക്ക് കൊടുക്കുമ്പോഴേ കുഞ്ഞുവാവയെ നയിച്ചവർക്ക് കൂടി ഒരു പങ്കു കൊടുക്കാൻ മറക്കരുത്. ഈ കടുത്ത പരാജയങ്ങൾക്കെല്ലാം കാരണം പിണറായി വിജയൻ എന്ന ദുർബാധയാണെന്ന് ഒരാളും പറയുന്നുമില്ല. ഒരേ ഒരു പിണറായി വിജയന് നേരെ നിന്ന് സംസാരിക്കാൻ ഇപ്പോഴും ആർക്കും ധൈര്യം ഇല്ലാത്തത് കൊണ്ട് സകല തോൽവിയുടെയും കാരണം കുഞ്ഞാവയുടെ തലയിൽ കൊണ്ടിടാം എന്ന ട്രെൻഡും ഇല്ലാതില്ല. അതും പറയണമല്ലോ. അതിന്റെ ഒരു ലൈൻ ഏതാ അല്ലേ? മേറൂട്ടിയുടെ പൊടിക്കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്ന MP ഗോവിന്ദനെയും അന്ന് കണ്ടിരുന്നു. ആര്യ രാജേന്ദ്രൻ ന്യൂയോർക്കിൽ പോയി കള്ളപ്പുരസ്കാരം വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എന്തോ ഒരു പുകഴ്ത്തലായിരുന്നു ഈ ഗോവിന്ദൻ. ആ നോട്ടം സൂക്ഷിക്കണം, അവൻ ഫെവിക്കോളിനും പശയടിക്കുന്നവനാണ്. പിണറായി വിജയൻ കാരണം കേരളമാകെ കമ്മ്യൂണിസം തകർന്നടിഞ്ഞു. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിന്ന് പോയി. ഇനി കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ശിവൻകുട്ടി. വകുപ്പിന്റെ പേര് പോലും വൃത്തിയായിട്ട് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളെ 10 കൊല്ലം സഹിച്ച ജനങ്ങളോട് ഒരു നന്ദി വാക്ക് പറയേണ്ട മാന്യത പോലും അണ്ണം കാണിച്ചില്ലല്ലോ. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും നാണം കെട്ട തോൽവിയാ തോറ്റതെന്ന് നേരെ നിന്ന് പറയാൻ ഒറ്റയാളെ ഈ പാർട്ടിയിൽ ഉണ്ടായുള്ളൂ കേട്ടോ. എന്തുകൊണ്ടാണ് ഈ വലിയ വല്ല ലജ്ജാകരമായ എന്ന് തന്നെ പറയാം അങ്ങേറ്റം നാണം കെട്ട ഒരു തോൽവി? എന്താ ഇത്? എന്തിനാ കരയുന്നേ? ഇത്രയും നല്ല കാര്യങ്ങൾ 10 വർഷക്കാലം വികസനത്തിന്റെ രംഗത്ത് സമാനതകളില്ലാത്ത വികസനം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമാനതകളില്ലാത്ത വികസനം സാധ്യമായി എന്നത് സത്യം. പിന്നെ ഊരാളുങ്കലിനും പിന്നെ പറയുമ്പോഴേ ആ പ്രളയ ഫണ്ടും രക്തസാക്ഷി ഫണ്ടും സ്വർണ്ണക്കൊള്ളയൊക്കെ കൂടി ഒന്ന് പരാമർശിക്കും. അപ്പോ ഒരു ഏകദേശ ധാരണ ആ തോൽവിയെ കുറിച്ച് കിട്ടും. അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും. ടീച്ചറിങ്ങി വാ,
ഞാൻ സമാധാനിപ്പിക്കാം. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ടീച്ചറേ? നിങ്ങൾ ചരിത്രത്തിലില്ലാത്ത വിധം നാടിനെ വല്ലാതെ അങ്ങ് വികസിപ്പിച്ചു. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ആ വികസനത്തിൽ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഒരാശ്വാസം വേണമെന്ന് ജനങ്ങൾ അങ്ങ് തീരുമാനിച്ചു. കാരണം ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും വികസനം. അങ്ങനെ തുടർച്ചയായുള്ള വികസനത്തിൽ ബോറടിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ചേഞ്ച് വേണമെന്ന് കരുതി. അങ്ങനെയാ കോൺഗ്രസിനെ ഇറക്കിയത്. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. അതിലൊരു ഗൂഢ ഉദ്ദേശം കൂടെയുണ്ട്. അവർ 10 വർഷക്കാലം കൊണ്ട് ഒരു പണിയും ചെയ്യാതെ വെറുതെ നിയമസഭയിൽ പ്രതിപക്ഷമാണെന്ന് പറഞ്ഞ് ഇരിക്കുകയല്ലേ. ഇനി അവര് ജോലി ചെയ്യട്ടെ. നിങ്ങൾ ഇത്രയും നാളും വികസിപ്പിച്ച് എല്ലാത്തിനും വികസിപ്പിച്ച് നടുവൊടിഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ നിങ്ങൾ റെസ്റ്റും എടുക്കട്ടെ. ഇത്തരം കൃത്യവും നല്ലതുമായ സതുദ്ദേശങ്ങളോട് കൂടിയാണ് ജനങ്ങൾ ഈ തീരുമാനത്തിലെത്തിയത്. ഇപ്പൊ ടീച്ചറിന് കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ അല്ലേ? അങ്ങേറ്റം നാണം കെട്ട ഒരു തോൽവി ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ടീച്ചറെ, നാറിയ തോൽവി. ഇങ്ങനെയോ ഉണ്ടാവുമോ തോൽവി? ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടാനുള്ള മണ്ഡലങ്ങളിൽ 5ഉം 10ഉം വോട്ടുകൾ കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചൊന്നും സ്വയം വിമർശിച്ചാൽ പോരാ കേട്ടോ. പിന്നെ ടീച്ചർ വിമർശിക്കുമ്പോൾ നോക്കിയും കണ്ടും വിമർശിക്കണം കേട്ടോ. കാരണം AKG സെന്ററിലെ മുറി ഉണ്ടല്ലോ, ആ ഒരു മുറി അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. ആ ഒരു ചിന്തയോടുകൂടി വേണം വിമർശിക്കാൻ. ഒന്നും മിണ്ടായിരിക്കും മൂപ്പരെ, ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാതെ. അല്ല, ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പീഡനത്തിന്റെ കാര്യം വരുമ്പോൾ തീവ്രത അളക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. അതായത് സഖാക്കന്മാര് പീഡനം നടത്തിയാൽ അത് തീവ്രത കുറഞ്ഞത്, അല്ലാത്തവര് പീഡിപ്പിച്ചാൽ അതിന് തീവ്രത കൂടുതൽ. ആ വിശകലനത്തിന് അടിസ്ഥാനമായ ടീച്ചറിന്റെ ധാരണ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ ധാരണ എന്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണെന്ന് അറിയാനും ഒരാകാംക്ഷ ഞങ്ങൾക്കുണ്ട്. അല്ല, അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേറ്റം നാണം കെട്ട ഒരു തോൽവി, അതിനെ സംബന്ധിച്ച സൂക്ഷ്മമായ ആഴത്തിലുള്ള പരിശോധന എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും തൽക്കാലം ടീച്ചറിന്റെ ശോധന നടക്കട്ടെ, പരിശോധനയെ. ഏതായാലും ഒരു വ്യക്തി എന്നതിന് കാരണക്കാരനൊന്നുമില്ല. മുഖ്യമന്ത്രി എന്നാ അബദ്ധം ചെയ്തു. നമസ്കാരം തെറിയാശാനെ. അറിഞ്ഞ പുതിയ ഭരണക്കാര് KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ അനുവദിച്ചിരിക്കുക. പിന്നെ അതൊക്കെ ഇപ്പൊ കാണാം. എന്നിട്ട് പിന്നെ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു KSRTC നടത്താൻ. തമാശക്കൊക്കെ പഴയ താണ നിലവാരം തന്നെ, ഒരു പുരോഗമനവും ഇല്ലല്ലേ. പിന്നെ ഓരോരുത്തരും സ്വന്തം വീട്ടിൽ നിന്ന് എടുത്ത പൈസ കൊണ്ടല്ലേ ഇവിടെ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയതും കുടുംബങ്ങളെ കൊണ്ട് വിദേശ ടൂർ നടത്തി സുഖിച്ചതും ആഡംബരത്തിന്റെ നെറുകെ കയറി മാർഗം കളി കളിച്ചതും ഒക്കെ. തെരഞ്ഞെടുപ്പ് തോറ്റൊന്നും ഞങ്ങളെയൊരു പുല്ലും ചെയ്യാൻ ആർക്കും പറ്റുകയില്ല. ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഏത് സാഹചര്യങ്ങളെയും നേരിടും. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പിന്നെന്താ? അപ്പൊ തോറ്റത് നല്ല സേവനമെല്ലാം ചെയ്ത ഗവൺമെന്റ്, ഒരുപാട് കാര്യവും ചെയ്തു ഗവൺമെന്റ്. എനിക്കറിയിപ്പം സതീശൻ ഉണ്ടാക്കുന്ന കാണാമല്ലോ. എല്ലാവരും പെൻഷനും എല്ലാം മേടിച്ചു നന്നായി. ക്ഷേമ പെൻഷൻ നിങ്ങൾ വിതരണം ചെയ്തത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നല്ലോ അല്ലേ? അതുകൊണ്ടല്ലേ വോട്ട് കിട്ടാതെ വന്നപ്പോ ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്ന് ഒരു ഉളുപ്പും ഇല്ലാതെ നിങ്ങൾ പറഞ്ഞത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?